ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാനാണ്. എൻ്റെ ഡെലിവറി സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് വാട്ടർ ബ്രേക്ക് ആയതോടെയാണ്. അന്ന് ഞാനും ഏട്ടനും മോനും ഉണ്ടായിരുന്നത് ഏട്ടൻ്റെ ഇല്ലത്തായിരുന്നു. അവിടെ അച്ഛനും അമ്മയും അനിയനും ആണുള്ളത്. 2 വർഷമായി ഞങ്ങൾ താമസം മാറിയിട്ട്. അവിടുന്ന് അടുത്ത് തന്നെ വേറൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങിയിട്ട് താമസമാക്കിയതാണ്. ഇടയ്ക്കിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയും അവരിങ്ങോട്ട് വരികയൊക്കെ ചെയ്യാറുണ്ട്. അന്ന് ഞങ്ങൾ ഒരാഴ്ച അവിടെ താമസിക്കാമെന്ന് കരുതിയിട്ട് അവിടെ പോയി നിന്നതാണ്. ഏട്ടന് കുറച്ച് ദൂരെ ഒരു പൂജയ്ക്ക് പോകാനുണ്ടായിരുന്നു. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ ടൈമാണ്. അപ്പോൾ 9 മാസമൊക്കെ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കേണ്ടെന്ന് കരുതിയിട്ട് അവിടെ പോയി നിൽക്കാമെന്ന് കരുതി. ഏട്ടന് എപ്പോഴാണോ പൂജയ്ക്ക് പോകാനുള്ളത് അതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഞങ്ങൾ അവിടേക്ക് പോയത്. ഹോസ്പിറ്റൽ ബാഗിലേക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. വാവയ്ക്ക് വാങ്ങിയിട്ടുള്ള കുഞ്ഞുടുപ്പുകളും വാവയ്ക്ക് ആവശ്യമുള്ള കുഞ്ഞു മുണ്ടിന്റെ പീസുകളൊക്കെ നമ്മൾ അലക്കിയിട്ട് വേണമല്ലോ ഉപയോഗിക്കാൻ. ജൂൺ ഫസ്റ്റ് വീക്കായിരുന്നു ഡെലിവറിന്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെയ് ലാസ്റ്റ് ആവുന്ന സമയത്ത് ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യാം, അതിന്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചതായിരുന്നു. മെയ് പകുതി ആയപ്പോഴാണ് ഞങ്ങൾ അച്ഛനമ്മയ്ക്കുള്ള ആ വീട്ടിലേക്ക് ഒരാഴ്ച താമസിക്കാൻ വേണ്ടിയിട്ട് പോയത്. ആ സമയത്ത് ഈ വാവയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുഞ്ഞുടുപ്പും മുണ്ടിന്റെ പീസസ് ഒക്കെ ഞങ്ങൾ കൂടെ കൊണ്ടുപോയി. കാരണം അവിടുന്ന് അലക്കലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് അത് നേരെ ബാഗിലേക്ക് പാക്ക് ചെയ്ത് വെക്കാം. മെയ് ലാസ്റ്റ് ആവുമ്പോഴേക്കും ബാക്ക് പാക്കിംഗ് ഒക്കെ കഴിയണം എന്നൊക്കെ ആയിരുന്നു അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരാഴ്ച താമസിക്കാൻ പോയപ്പം ഞങ്ങളുടെ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ വാവേൻ്റെ കുഞ്ഞുടുപ്പുകളും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ബെഡ്ഷീറ്റും എനിക്ക് വാങ്ങിയിട്ടുള്ള മെറ്റേണിറ്റി ഡ്രസ്സും കുഞ്ഞു മുണ്ടിൻ്റെ പീസുകളും എല്ലാം ഞങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. ഏട്ടനായിരുന്നു അലക്കാറുണ്ടായിരുന്നത്. അവിടെ എത്തി അന്ന് തന്നെ ഏട്ടൻ്റെ ഡ്യൂട്ടി തുടങ്ങി. ഏട്ടൻ ആദ്യത്തെ ദിവസം വാവേൻ്റെ കുഞ്ഞുടുപ്പുകളൊക്കെ തിരുമ്പി, അതിൻ്റെ പിറ്റേന്ന് വാവേൻ്റെ കുഞ്ഞു മുണ്ടിൻ്റെ പീസുകളും എൻ്റെ മെറ്റേണിറ്റി ഡ്രസ്സൊക്കെ തിരുമ്പി. അങ്ങനെ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അലക്കി അതൊക്കെ ഉണങ്ങിയിട്ട് വേണമല്ലോ ബാഗിലേക്ക് വെക്കാൻ. അപ്പോൾ അതൊക്കെ അലക്കൽ കഴിഞ്ഞു. അന്ന് രാത്രി അലക്കലെല്ലാം കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ പറഞ്ഞു നമുക്ക് മസാല ദോശ കഴിക്കാൻ പോവാന്ന്. പിന്നെ തോന്നി വേണ്ട, അന്ന് പോകണ്ട, ഏട്ടന് അലക്കലൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, പിറ്റേന്ന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ അലക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാത്രി ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ പോയി. കാറില്ലാത്തത് കൊണ്ട് ഞാനും ഏട്ടനും മോനും ബൈക്കിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ടൗണിലേക്ക് അത്യാവശ്യം നല്ല റോഡാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ചായ കുടിക്കാൻ തോന്നിയാലോ ജ്യൂസ് കുടിക്കാൻ തോന്നിയാലോ എന്തിനെങ്കിലുമൊക്കെ ആയിട്ട് ഞങ്ങൾ 3 പേരും ബൈക്കിൽ ടൗണിലേക്ക് പോകാറുള്ളതാണ്. അതുകൊണ്ടാണ് 9 മാസമായിട്ടും പിന്നെയും എനിക്ക് ബൈക്കിൽ യാത്ര ചെയ്യാൻ വലിയ മടിയൊന്നും ഇല്ലാത്തത്. തുടക്കം മുതലേ ഞങ്ങൾ പോകാറുണ്ടായിരുന്നു. നല്ല റോഡായതുകൊണ്ടാണ് ഞങ്ങൾക്ക് പോകാൻ അത്ര ധൈര്യം ഉണ്ടായിരുന്നത്. എന്തെങ്കിലും കാരണം ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് ടൗണിൽ പോകാൻ. ഇനി കാരണമൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് പോകുന്ന ടീമാണ് ഞങ്ങൾ. അതേപോലെ തന്നെ ആയിരുന്നു അന്നും എനിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നിയത്. ഡെലിവറി അടുത്ത് നിൽക്കുന്ന സമയമാണ്, എന്നാലും പോയി നോക്കാം. ദിവസം ഇടയ്ക്കിടയ്ക്ക് പോയി ശീലമുള്ളത് കൊണ്ട് പിന്നെ ഏട്ടൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞാൽ ദൂരേക്ക് പോവുമല്ലോ, പിന്നെ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അതിന് മുന്നേ പോയി മസാല ദോശ കഴിച്ചിട്ട് വരാം എന്നായിരുന്നു ഞാൻ കണക്കാക്കിയത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് അത്യാവശ്യം നല്ല റോഡായിരുന്നു. അവിടുന്ന് ടൗണിലേക്കുള്ള റോഡിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് കുറച്ച് കാലമായിട്ടാണ് കൂടെ പോവാത്തത്. അതുകൊണ്ട് എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് റോഡിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയകരമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ സ്ഥിതിക്ക് തിരിച്ചു പോകാൻ നിന്നില്ല. മെല്ലെ പോവാം എന്ന് കരുതിയിട്ട് ഞങ്ങൾ ഭയങ്കര മെല്ലെ ആയിട്ടാണ് ഞങ്ങൾ 3 പേരും പോയത്. അങ്ങനെ പോയി മസാല ദോശ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു വയറിന് എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ ചെറുങ്ങനെ നടുവേദനയൊക്കെ ഉണ്ട് എന്ന് ഏട്ടനോട് ഞാൻ അന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഹോട്ടലിൽ വെച്ച് തന്നെ പറഞ്ഞു. അങ്ങനെ മസാല ദോശ കഴിച്ചു കഴിഞ്ഞാൽ അതേ റോട്ടിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ ഇല്ലത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഒരു 10-10:30 ആയിട്ടുണ്ടാവും ഞങ്ങൾ ഇല്ലത്തെത്തുമ്പോൾ. അവിടെ എത്തിയപാടെ തന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഈ വഴിയിൽ കൂടി ഒരു 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഞാൻ അന്ന് പ്രസവിക്കുന്നു. അതൊക്കെ പറഞ്ഞ് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു 4:30 ആയപ്പം ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് എണീറ്റതാണ്. ബാത്റൂമിൽ പോയി കഴിഞ്ഞ് തിരിച്ച് കിടക്കാൻ നോക്കുമ്പോഴേക്കാണ് എന്തോ എനിക്ക് ബ്ലീഡിങ് ആയോ എന്നൊരു സംശയം തോന്നി. അപ്പോഴേക്കും എനിക്ക് ടെൻഷനും വിഷമമൊക്കെ ആയി. എന്താണെന്നൊന്നും ചെക്ക് ചെയ്യുക പോലും ചെയ്യാണ്ട് ഞാൻ ഒറ്റ കരച്ചിലായിരുന്നു. ഏട്ടൻ പറഞ്ഞു കരയൊന്നും വേണ്ട, നമുക്ക് നോക്കാം, എന്താണെന്ന് നമുക്ക് വിളിച്ചായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടറെ വിളിച്ചു ചോദിക്കാം, ടെൻഷൻ ആവല്ലേ എന്നൊക്കെ ഏട്ടൻ പറഞ്ഞു. അങ്ങനെ കരഞ്ഞോണ്ട് നിന്നിട്ട് കാര്യമില്ലല്ലോ, കാര്യം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പം ഞാൻ എന്തായാലും ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബ്ലീഡിങ് ആണെന്ന് വിചാരിച്ച് പേടിച്ച് കരഞ്ഞ് നോക്കുമ്പം വാട്ടർ ബ്രേക്ക് ആയതായിരുന്നു. ഒന്നും നോക്കിയില്ല, ഏട്ടൻ വേഗം ഡോക്ടറിനെ വിളിച്ചു. രാവിലെ 4:30 ആയില്ലേ സമയം, അപ്പോൾ ഡോക്ടറെ വിളിച്ചാൽ കിട്ടുമോ എടുക്കുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ ഫോൺ അറ്റൻഡ് ചെയ്തു. അന്നേരം തന്നെ വന്നോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് കാറില്ലാലോ, അപ്പം ബൈക്കിൽ എന്തായാലും പോകാൻ പറ്റില്ലല്ലോ.
ഞങ്ങൾ ചെക്കപ്പിന് പോകുമ്പോൾ ഞങ്ങൾ വേറെ കാറ് വിളിച്ചിട്ടാണ് പോകാറുണ്ടായിരുന്നത്. ആ ഡ്രൈവറെ വിളിച്ചപ്പോഴും എന്തോ അയാൾക്ക് എടുത്തില്ല എന്നോ അല്ലെങ്കിൽ എന്താണെന്നേലും പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ആ ഡ്രൈവറിനെ കിട്ടിയില്ല. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ വീട്ടിൽ കാറുണ്ടായിരുന്നു. ഏട്ടൻ രാവിലെ അവരെ പോയി വിളിച്ചുണർത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഓ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ടെൻഷൻ മാറി. വാട്ടർ ബ്രേക്ക് ആയ സമയത്ത് തന്നെ പെയിനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ പെയിന് സഹിച്ച് എങ്ങനെയൊക്കെ എത്തി. പക്ഷെ ഭാഗ്യത്തിന് രാവിലെ നേരത്തെ ആയതുകൊണ്ട് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ ഹോസ്പിറ്റലിൽ എത്തി. അവിടെ എത്തിയ ഉടനെ ഒബ്സർവേഷനിൽ കൊണ്ടുപോയി കിടത്തി. ബാബേനെ ഹാർട്ട് ബീറ്റൊക്കെ കേട്ടു. അന്നേരം ഡ്യൂട്ടി ഡോക്ടറായിരുന്നു ഉണ്ടായിരുന്നത്. നേഴ്സ് പോയിട്ട് ഏട്ടനോട് പറഞ്ഞു എൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ അയച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ അങ്ങോട്ട് കയറിയിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ അയച്ചുകൊണ്ട് പോയി. അങ്ങനെ ഏട്ടനും മോനും പുറത്ത് വെയിറ്റ് ചെയ്തു. ഞാൻ ആ സമയത്ത് ഒബ്സർവേഷനിൽ കിടക്കുകയും അതുപോലെ തന്നെ സിസ്റ്റർ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് PV ചെയ്യുന്നുണ്ട്. എനിക്ക് പെയിൻ വന്നും പോവുകയും ചെയ്യുന്നുണ്ട്. ലേബർ പെയിൻ എന്ന് വെച്ചാൽ തുടക്കം നമുക്ക് പെയിനിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അതുപോലെ പെയിൻ വന്ന് പോകുന്നതിൻ്റെ ഇൻ്റർവെൽ കൂടുതലായിരിക്കും. ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ഇല്ലത്തുനിന്ന് പോയതുകൊണ്ട് ആദ്യത്തെ ആ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയുള്ള സമയത്ത് ഉള്ള വേദന എങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് നിൽക്കാൻ പറ്റി. പക്ഷേ ഏട്ടനെ ഓരോ പെയിൻ വന്ന് പോകുമ്പോഴും ഞാൻ ഏട്ടൻ്റെ കൈ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്തെ വേദനയൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കാം. ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമായിരുന്നു ഈ പെയിനിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലാവുകയും അതുപോലെ തന്നെ പെയിൻ വന്ന് പോകുന്നതിന് ഇൻ്റർവെൽ കുറയുകയും ചെയ്തത്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തൊട്ടേ ഇടയ്ക്കിടയ്ക്ക് സിസ്റ്റർ വന്നിട്ട് PV ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഡൈലേഷൻ വരുന്നുണ്ടായിരുന്നു. ഡെലിവറി അടുത്തെത്തിയല്ലോ എന്നുള്ളതിൻ്റെ പേടിയും എക്സൈറ്റ്മെൻറ്റും ഒരുമിച്ച് തോന്നി. ഒബ്സർവേഷനിൽ കിടക്കുമ്പോഴും PV ചെയ്യുമ്പോഴും ഒക്കെ മനസ്സിൽ ഒരുപാട് ചിന്തകളായിരുന്നു. ഇനി വാവയെ കാണാൻ അധിക സമയം വേണ്ടല്ലോ എന്ന സന്തോഷവും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ടെൻഷനും ഇത് രണ്ടും സഹിച്ചുകൊണ്ട് ഞാൻ അവിടെ കിടന്നു. ലേബർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ തുടങ്ങി. സമയം പോകുന്നതോറും എനിക്ക് ഡെലിവറി അടുത്തു എന്ന് തോന്നി തുടങ്ങി. പേടി ഉണ്ടായിരുന്നെങ്കിലും മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബേബി സേഫായി വരണം. അങ്ങനെ കുറച്ചു നേരത്തെ കാത്തിരിപ്പിനും വേദനയ്ക്കും ശേഷം ആ മൊമെന്റ് എത്തി. മോള് ജനിച്ചു. 9:32 ഡെലിവറി. നോർമൽ ഡെലിവറി ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ്റെ അമ്മേൻ്റെ അനിയത്തി, ഞങ്ങളെ ചിറ്റാന്നാണ് വിളിക്കാറ്, ആ ചിറ്റയും മോളും ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് അവരവിടെ താമസിച്ചു. അതുകൊണ്ട് അമ്മയ്ക്ക് പകരം അമ്മയ്ക്ക് വേണ്ട അമ്മ ചെയ്യുന്നത് പോലുള്ള എല്ലാ കാര്യവും ചെയ്തത് ആ ചിറ്റയാണ്. ചിറ്റയും ചിറ്റേൻ്റെ മോളും ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് വലിയൊരു ആശ്വാസം തന്നെയായിരുന്നു. അല്ലെങ്കിൽ മോനെയും കൊണ്ട് ഏട്ടൻ എന്തായാലും കഷ്ടപ്പെടുമായിരുന്നു. മോനോട് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും മനസ്സിലാക്കാനായിട്ടില്ലല്ലോ. ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരാനാണെങ്കിലും മരുന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരാനാണെങ്കിലും എന്താവശ്യം ഉണ്ടെങ്കിലും എന്തായാലും ഒരാളും കൂടെ സഹായത്തിനുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പം ഏട്ടനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എന്നുണ്ടെങ്കിലും അവിടെ എത്തി ഡെലിവറി കഴിഞ്ഞപ്പോൾ മുതൽ ഡിസ്ചാർജ് ആവുന്നത് വരെ ഏട്ടൻ്റെ ചിറ്റയും മോളും ഉണ്ടായിരുന്നു. അത് ഭയങ്കര ഹെൽപ്പായിരുന്നു. അച്ഛനും അമ്മയും അതിനുള്ള ഇല്ലത്തേക്ക് ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. വാവയ്ക്ക് വേണ്ട ഡയപ്പർ, എനിക്ക് വേണ്ട ബ്രസ്റ്റ് പാഡ്, മെറ്റേണിറ്റി പാഡ്, അതുപോലെ നമ്മളെ ഡിഷ് വാഷിംഗ് ലിക്വിഡ്, സോപ്പ്, എണ്ണ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരു റൂമിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടിയിലാക്കി വെച്ചിട്ടില്ല. ഡ്രസ്സൊക്കെ അലക്കി കൊണ്ടുവന്നതിന് ശേഷം ഒന്നിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് എല്ലാം ബെഡിൻ്റെ മുകളിൽ നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ, ഹാൻഡ് വാഷ്, സോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാറി താമസിച്ച വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചിറ്റേൻ്റെ ഇല്ല. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ തന്നെ ഏട്ടൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന്. അതുകൊണ്ട് ഡെലിവറി കഴിഞ്ഞ ടൈം ആവുമ്പോഴേക്കും അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ചിറ്റയും ചിറ്റേൻ്റെ മോളും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ചിറ്റേൻ്റെ ഇല്ലത്തുനിന്ന് ഞങ്ങൾ മാറി താമസിച്ച വീട്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ചെയ്തത്. പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഏട്ടൻ്റെ അനിയൻ ഞങ്ങളെ വീട്ടിലേക്ക് പോയിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് രണ്ടാമത് ഹോസ്പിറ്റലിലേക്ക് എത്തി. അങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടുന്ന് അച്ഛനും അമ്മേൻ്റെ അടുത്ത് നിന്നൊക്കെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോകേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയി വന്നിട്ടില്ല. ഞങ്ങൾ ഫ്രീ ആയിട്ട് ഒന്നും എടുക്കാതെ ഹോസ്പിറ്റലിൽ എത്തുക ചെയ്തത്. പിന്നെ സാധനങ്ങളൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് മതിയല്ലോ, 1 മണിക്കൂറേ ഹോസ്പിറ്റലിലേക്ക് ഉള്ളൂ. ഡെലിവറി കഴിയുമ്പോഴേക്കും സാധനം കിട്ടിയാൽ മതിയല്ലോ. അതുകൊണ്ട് ചിറ്റയും ഏട്ടൻ്റെ അനിയനെയും കൂടി 2 തവണയായിട്ടാണ് സാധനങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. എല്ലാ സാധനങ്ങളും ഒരുവിധം വാങ്ങി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് അന്നേരം ഓടിപ്പോയി വാങ്ങിയിട്ട് വന്നത് ബ്രസ്റ്റ് പമ്പ് മാത്രമായിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും ആദ്യം വാങ്ങി വെച്ചതുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും ചിറ്റയും അനിയനും അത് 2 തവണയായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു തന്നു. ഡെലിവറി കഴിഞ്ഞ് ഞാൻ റൂമിൽ എത്തുന്നതിന് മുന്നേ തന്നെ സാധനങ്ങളൊക്കെ റൂമിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത്രയും ദിവസം വയറ്റിൽ കിടന്ന വാവേനെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ വാട്ടർ ബ്രേക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയ ആ ദിവസം ജീവിതത്തിലെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് മാറി. മോൻ്റെ ഡെലിവറി സ്റ്റോറി കാര്യമായിട്ട് പറയാനൊന്നും ഉണ്ടായിരുന്നില്ല.
മോനെ പ്രസവിച്ചത് 2020 ജൂൺ 10-നാണ്. അന്ന് കൊറോണ കാലവുമായിരുന്നു. അന്ന് പെയിൻ വന്നിട്ടോ വാട്ടർ ബ്രേക്ക് ആയിട്ടോ ഒന്നുമല്ല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത്. അവന് എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറയുന്നത് ജൂൺ 10 തന്നെയായിരുന്നു. ഡോക്ടർ പറഞ്ഞത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജൂൺ 9 വന്ന് അഡ്മിറ്റ് ആയിക്കോളാനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് ജൂൺ 9 പോയി അഡ്മിറ്റായി. അവിടെ എത്തി അന്ന് ഫുൾ ഒബ്സർവേഷനിൽ കിടന്നു. അന്ന് രാത്രി ജൂൺ 9 തന്നെ കുറേ പ്രാവശ്യം PV ഒക്കെ ചെയ്തു, ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്തു. അങ്ങനെ നോർമലായിട്ട് എനിക്ക് പെയിൻ വന്നില്ല. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആയിട്ടും പെയിൻ വരാത്തതുകൊണ്ട് പിന്നെ ട്രിപ്പ് ഇട്ടു. പെയിൻ വരാനുള്ള മരുന്ന് ഇൻഡ്യൂസ് ചെയ്തു. ട്രിപ്പ് ഇട്ട് തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പെയിൻ വന്നു തുടങ്ങി. അധിക നേരമൊന്നും എനിക്ക് പെയിൻ സഹിക്കേണ്ടി വന്നില്ല. എന്ന് വെച്ചാൽ പെയിൻ നല്ല പെയിൻ തന്നെയായിരുന്നു. കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് അവർ 12 മണിക്കൂറും 18 മണിക്കൂറും 24 മണിക്കൂറൊക്കെ പെയിൻ സഹിച്ചു എന്നിട്ടാണ് പ്രസവിച്ചതെന്ന്. അതുപോലെ കുറേ പേര് ഇത്രയും മണിക്കൂർ വേദന സഹിച്ചിട്ട് ലാസ്റ്റ് CS പോകേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് 2 ഡെലിവറിക്കും എനിക്ക് തോന്നുന്നു ഒരു 2 മണിക്കൂറൊക്കെയാണ് ഞാൻ പെയിൻ സഹിച്ചിട്ടുണ്ടാവുക എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് കാരണം ഞാൻ ഒരു 9-ാം മാസമൊക്കെ ആയപ്പം 8-ാം മാസം തന്നെ ഞാൻ നടത്തം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാ ദിവസവും അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വീതം നടക്കാറുണ്ടായിരുന്നു. എണ്ണ തേച്ച് കുളിക്കുകയായിരുന്നു. അപ്പോൾ എണ്ണയൊക്കെ തേച്ചിട്ട് ചെറിയ രീതിയിൽ സിറ്റപ്സും എക്സസൈസൊക്കെ ചെയ്യുമായിരുന്നു. സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ 8-ാം മാസം മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം വേഗം ഡൈലേഷനൊക്കെ വന്നിട്ട് 2 ഡെലിവറിയും 2 മണിക്കൂറിനുള്ളിൽ തന്നെ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി. 2ഉം നോർമൽ ഡെലിവറി ആയിരുന്നു. 2 ഡെലിവറിയുടെയും പിറ്റേന്ന് തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു. അവസാനം വാവയെ സേഫായി ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പേടിയും ടെൻഷനും ഒക്കെ പോയി. അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ ഈ ഡെലിവറി സ്റ്റോറി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രഗ്നന്റ് ആയിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ വാച്ച് ചെയ്യുന്നത് ഡെലിവറി സ്റ്റോറിയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിനെ പറ്റിയും ആയിരിക്കും. ഡെലിവറി ബാഗിലേക്ക് അമ്മയ്ക്കും കുഞ്ഞിനും അത്യാവശ്യമായിട്ട് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാനും അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അത് പോയിട്ട് കാണുക. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് വിചാരിക്കാതെ പോയത് കൊണ്ട് ഡെലിവറി ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ എനിക്ക് മുന്നേ ചെയ്യാൻ പറ്റിയില്ല. പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം സേഫ് ആയിട്ടുള്ള ഡെലിവറി ഞാൻ ആശംസിക്കുന്നു. ടെൻഷനൊന്നും ആവാതെ ദൈവത്തെ വിചാരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുക. ഒക്കെ ഭംഗിയായിട്ട് നടക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും എന്നും കൂടെ ഉണ്ടാവണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.